ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സങ്കീർത്തനങ്ങൾ 15 വേദഭാഗം. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? സങ്കീർത്തനക്കാരനായ ദാവീദ് ഈ സങ്കീർത്തനം തുടങ്ങുന്നത് ദൈവസന്നിധിയിൽ ഒരു ചോദ്യവുമായിട്ടാണ്. യഹോവയുടെ കൂടാരത്തിൽ ആർക്ക് പാർക്കുവാൻ കഴിയും? അവന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർക്ക് വസിക്കുവാൻ കഴിയും? ദൈവ സാന്നിധ്യത്തിൽ ആർക്ക് വസിക്കാൻ കഴിയും? ദൈവത്തോടൊപ്പം ആർക്ക് പാർക്കുവാൻ കഴിയും എന്നുള്ള ഒരു ചോദ്യം ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോടും ചോദിക്കുകയാണ്. അതിനൊരു ഉത്തരം ഈ സങ്കീർത്തനത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. നടപ്പ് നിഷ്കളങ്കതയിലാകണം, പ്രവൃത്തി നീതിയുള്ള പ്രവൃത്തിയാകണം, സംസാരം ഹൃദയപൂർവമുള്ള സത്യമായിരിക്കണം സംസാരം. അതുമാത്രം പോരാ, നാവ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്? കുരള പറയരുത്. കൂട്ടുകാരൻ ഒരിക്കലും ദോഷം നമ്മൾ ചെയ്യരുത്. കൂട്ടുകാരന് അപമാനം വരുത്തുന്ന ഒന്നും നമ്മുടെ വശത്തു നിന്ന് ഉണ്ടാകരുത്. വഷളനെ നിന്ദനായിട്ട് എണ്ണുമ്പോൾ തന്നെ യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുവാൻ നമ്മൾ പഠിക്കണം. ഇനി സത്യത്തിന് വേണ്ടി നിന്നിട്ട് അത് നമ്മുടെ ജീവിതത്തിനകത്ത് എന്തൊക്കെ കഷ്ടതയും പ്രതികൂലം വരുത്തിയാലും ആ സത്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുവാൻ ഇടവരണം. ഒരിക്കലും പണം പലിശയ്ക്ക് കൊടുക്കരുത്. മറ്റൊരുവന് എതിരായിട്ട് അവനെതിരെ പ്രവർത്തിക്കുവാൻ വേണ്ടി കൈക്കൂലി വാങ്ങരുത്. ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് ക്രമീകരിക്കുവാൻ കഴിയുന്നുവെങ്കിൽ വചനം പറയുന്നു, അവൻ ഒരു നാളും കുലുങ്ങിപ്പോകത്തില്ല. അവൻ എന്നേക്കും ദൈവത്തിന്റെ സന്നിധിയിൽ വസിക്കുവാൻ കഴിയും. ഈ പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തെ ഈ വചനത്തിനനുസരിച്ചൊന്ന് ക്രമീകരിക്കുവാൻ സമർപ്പിച്ചു കൊടുക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.